ഇല്ല. അപ്പോഴേക്കും പോലീസുകാർ വന്നു. പിന്നെ ഞങ്ങൾ ചോദിച്ചും കൂടി വെള്ളം എന്തോരം നേരം ചോദിച്ചു വേണ്ടിയില്ല. അവള് ഇങ്ങനെ തലയും കൊമ്പിട്ട് ഇങ്ങനെ ഇരിക്കും, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ കൊച്ച് പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ബസ്സിൽ വല്ലവിടെയും. അപ്പം മോള് പറയാണ്, മൂത്ത മോള് പറഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും അതിനവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ ഇറങ്ങി പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വല്ല ബസ്സിലോ വല്ലവിടെ ഇങ്ങനത്തെ അക്രമം ചെയ്യുന്നുള്ളത് അറിയാൻ പാടില്ലല്ലോ, അവർക്കും അറിഞ്ഞൂടാ. ഇങ്ങനെ ചെയ്യണ്ടെങ്കിൽ അവർ ഒറ്റയ്ക്ക് കൊച്ചിനെ വിളിക്കാൻ വിടൂല അവളെ. ഈ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യം വരുമ്പോഴൊക്കെ വല്ലാതെ മോശമായിട്ട് പെരുമാറുന്ന സാഹചര്യം ഉണ്ട്. കുഞ്ഞുങ്ങളുടെ അടുത്ത് ഉപദ്രവം ഉണ്ടാവുമോ? തല്ലൊക്കെ ചെയ്യുമോ? സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിക്കുമോ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഈ ഫോണടിച്ച് പൊട്ടിച്ചല്ല, ഫോണടിച്ച് പൊട്ടിച്ച്. അപ്പോൾ ഒരു ഫോൺ പൊട്ടിച്ച് 2 ഫോണും പൊട്ടിച്ചാണ് ഇവിടെ കൊണ്ടുവന്നേ അവള്. ഇതെന്താണെന്ന് വെച്ചപ്പോൾ കൊച്ച് പറഞ്ഞ് ഞാനും അമ്മയും കൂടി ചെയ്തതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് പിന്നെ അത് ചില്ല് പൊട്ടിച്ച് വെച്ചേക്കണം 2ൻ്റെയും. ഈ കുട്ടികളായിട്ടൊക്കെയാണല്ലോ ഇവിടെ ഇടയ്ക്ക് വരാറ്, 2 പിള്ളേരും വരാറുണ്ടോ? അങ്ങനെ വന്ന് നിൽക്കൂല, അവർ വിടൂല. ഈ കുട്ടികളും അമ്മയും തമ്മിൽ ഇപ്പം ഇവിടെ വരുമ്പോൾ കളി ചിരിയോ? കുട്ടികളെങ്ങനെയാ, അമ്മയോടൊക്കെ എങ്ങനെയാ? അമ്മയോട് അവർക്ക് ഇഷ്ടക്കുറവുണ്ട്. എന്നോട് കുഴപ്പമില്ല, ഞങ്ങളോട് എല്ലാവരോടും ഇഷ്ടമാണ്. അതല്ലോ ഒരു കാലത്തൊക്കെ വരുള്ളൂ. എന്താ സന്ധ്യാമ്മ അമ്മേനെ വിളിക്കണേ. അങ്ങനെ എന്തുണ്ടെങ്കിലും അവരോടും പറഞ്ഞു കൊടുക്കുക. അവിടുത്തെ അവരുടെ ചാച്ചന്മാർ ഒക്കെ കൊച്ചെന്നാണ് വിളിക്കണേ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും ഞങ്ങളോട്. വന്നിട്ട് ഒരുപാട് നാളായി മൂത്ത കൊച്ചേ. പോലീസ് ഇന്നലെ വന്നപ്പോൾ സന്ധ്യ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്തെങ്കിലും സന്ധ്യയുടെ റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു പരിഭ്രമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും കാണിക്കാനില്ല. കൊച്ചെന്ത് ചെയ്തെന്ന് വെച്ചപ്പോൾ എനിക്കറിയാം, ഞാൻ ഓർക്കണില്ലാന്ന് പറഞ്ഞു. പോലീസിനോട് ഓർക്കണില്ലാന്ന് പറഞ്ഞു. നിൻ്റെ കൂടെ എൻ്റെ കൊച്ചെവിടെയെന്ന് നീ ഓർക്കണില്ലേ എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ പറ്റണില്ല, ഓർക്കണില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ മുഖഭാവം കൊണ്ട് മനസ്സിലായി.